വെൽക്കം എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ രാജ്മോഹൻസ് വൈഫ് എന്ന നോവലയുടെ സമ്മറിയാണ്. സമ്മറിയിലോട്ട് പോകുന്നതിന് മുന്നേ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ജനറൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദിസ് വർക്ക് ഈസ് കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് നോവൽ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ആദ്യത്തെ നോവലായിട്ട് കൺസിഡർ ചെയ്യുന്നത് രാജ്മോഹൻസ് വൈഫാണ്. 1864 പബ്ലിഷ് ചെയ്യുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഡെബ്യൂ വർക്കാണ് രാജ്മോഹൻസ് വൈഫ്. ഇന്ത്യൻ ഫീൽഡ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കലാണ് ഇത് ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ നോവൽ സെറ്റ് ചെയ്തിട്ടുള്ളത് രാധാഗഞ്ച് എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കാം. മാതങ്കിനി, രാജ്മോഹൻ്റെ വൈഫാണ് മാതങ്കിനി. അതായത് ഈ ടൈറ്റിലർ ക്യാരക്ടറാണ് മാതങ്കിനി. നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ പേരാണ് മാതങ്കിനി. ദെൻ രാജ്മോഹൻ മാതങ്കിനിയുടെ ഹസ്ബൻഡ്. ഹേമങ്കിനി എന്ന് പറയുന്നത് മാതങ്കിനിയുടെ സിസ്റ്ററാണ്, യങ്ങർ സിസ്റ്ററാണ് ഹേമങ്കിനി. മാധവ് ഗോസെ ഹേമങ്കിനിയുടെ ഹസ്ബൻഡാണ്. സോ നമ്മളുടെ രാജ്മോഹൻസ് വൈഫ് എന്ന് പറയുന്ന ടൈറ്റിലർ ക്യാരക്ടറാണ് മാതങ്കിനി. ദെൻ മാധുർ ഗോസെ. മാധുർ ഗോസെ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ട മാധവിൻ്റെ കസിൻ ബ്രദറാണ്. അതേപോലെ തന്നെ മാധുർ ഗോസെ കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 ഭാര്യയുണ്ട്. താര, ചമ്പക്, ഇതാണ് അവരുടെ പേര്. നെക്സ്റ്റ് ക്യാരക്ടറാണ് കനക്. കനകിൻ്റെ ഫുൾ നെയിം കനക്മയി എന്നാണ്. നമ്മുടെ ടൈറ്റിലർ ക്യാരക്ടറിൻ്റെ ഫ്രണ്ടാണ്, നൈബറുമാണ് കനക് എന്ന് പറയുന്ന ക്യാരക്ടർ. ദെൻ ദ സർദാർ. ഈ സ്റ്റോറിയിൽ കുറേ റോബേഴ്സിനെ കാണാം, അല്ലെങ്കിൽ ഒരുപാട് തട്ടിപ്പൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അതിൻ്റെ ഹെഡാണ് സർദാർ എന്ന് പറയുന്നത്. ഇനി സർദാറിൻ്റെ വലംകൈ എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബിഖു എന്ന് പറയുന്ന ക്യാരക്ടർ, ദ റൈറ്റ് ഹാൻഡ് മാൻ ഓഫ് സർദാർ. ദെൻ മറ്റൊരു ക്യാരക്ടറാണ് കരുണ. മാധവിൻ്റെ ഹൗസ് കീപ്പറാണ് കരുണ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ നോവലിൽ വരുന്നത്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് കനക് എന്ന് പറയുന്ന ക്യാരക്ടർ മാതങ്കിനിയുടെ നൈബറാണ്, ഫ്രണ്ടുമാണ്. അപ്പോൾ മാതങ്കിനിയോട് വന്നിട്ട് വെള്ളം എടുക്കാനായിട്ട് പുറത്ത് പോകാമെന്ന് പറയുന്നതാണ്. അപ്പോൾ മാതങ്കിനി ആദ്യം സമ്മതിക്കുന്നില്ല. കാരണം രാജ്മോഹന് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. മാതങ്കിനി വീട് വിട്ട് പുറത്ത് പോകുന്നൊന്നും രാജ്മോഹന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ മാതങ്കിനി ആദ്യം സമ്മതിക്കില്ല. പക്ഷേ കനക് ഒരുപാട് നിർബന്ധിക്കുമ്പോൾ മാതങ്കിനി സമ്മതിക്കുകയും ഇവർ രണ്ടുപേരും കൂടെ വെള്ളം എടുക്കാനായിട്ട് പുറത്ത് പോവുകയും ചെയ്യും. അപ്പോൾ അവർ വെള്ളം എടുത്ത് തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ മാധുർ ആൻഡ് മാധവ് എന്ന് പറയുന്ന 2 ക്യാരക്ടറിനെ കാണുന്നത്. ഇവർ രണ്ടുപേരും കസിൻസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് മാതങ്കിനെ കാണുന്നതും മാതങ്കിനി ഇവിടെ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ മാധവ് ഓർക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. ഈ ഒരു സീൻ കഴിയുന്നതോടുകൂടെ നമ്മൾ പിന്നെ കാണുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി പിന്നീട് കാണിക്കുന്നത് ഹിസ്റ്ററിയാണ്. അതായത് മാധവിൻ്റെയും മാധുറിൻ്റെയും ഫാമിലി ഹിസ്റ്ററിയാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പം പിന്നീട് നമ്മൾ കാണുമ്പോൾ ഒരു ബംഗാളാണ് കാണിക്കുന്നത്. ബംഗാളിലെ ഒരു ജമീന്ദാറി എസ്റ്റേറ്റ്. അവിടെ ബംഷിബദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ബംഷിബദൻ ഒരു കുക്കായിരുന്നു. അപ്പോൾ ജമീന്ദാറി എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേഡിക്ക് ബംഷിബദനോട് ഒരു താല്പര്യം തോന്നുകയും ഇവർ രണ്ടുപേരും വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പിന്നീട് രണ്ടുപേരും കൂടെ രാധാഗഞ്ചിലേക്ക് വരികയും ഇവിടെ അവരൊരു ഒരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് 3 മക്കളാണുള്ളത്: രാംഖന്ദ, രാം ഖനായ് ആൻഡ് രാം ഗോപാൽ. ഇതിൽ ആദ്യത്തെ 2 പേരുടെ മക്കളാണ് മാധുറും മാധവും. ആദ്യത്തെ ആളുടെ മക്കളാണ് രാംഖന്ദയുടെ മകനാണ് മാധുർ. രണ്ടാമത്തെ മകൻ്റെ രാം ഖനായുടെ മകനാണ് മാധവ് എന്ന് പറയുന്നത്. അപ്പോൾ ബംഷിബദൻ്റെ ഗ്രാൻഡ് സൺസ് ആണ് മാധുറും മാധവും. പിന്നെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു, രാം ഗോപാൽ എന്ന് പറഞ്ഞിട്ട്. ബംഷിബദൻ്റെ 3 മക്കളായിരുന്നു: രാംഖന്ദയും രാം ഖനായും രാം ഗോപാലും. ഇതിൽ രാം ഗോപാലിന്, മൂന്നാമത്തെ ആൾക്ക്, മക്കളിരുന്ന, ഹി വാസ് ചൈൽഡ്ലെസ്. അതുകൊണ്ട് തന്നെ രാം ഗോപാൽ തൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം മാധവിനായിരുന്നു കൊടുത്തിരുന്നത്. കാരണം മാധുർ എന്ന് പറയുന്ന ആളുടെ, അതായത് രാംഖന്ദ എന്ന് പറയുന്ന വ്യക്തി, മാധുറിൻ്റെ അച്ഛൻ, മാധുറിന് അധികം എഡ്യൂക്കേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എസ്റ്റേറ്റ്സ് ഒക്കെ എങ്ങനെ നോക്കി നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. രാം ഖനായാണെന്നുണ്ടെങ്കിൽ മാധവിന് പറ്റാവുന്നത്ര നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. മാധവ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, പക്ഷെ അത്ര പ്രോപ്പർട്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാം ഗോപാൽ അതുകൊണ്ട് തന്നെ രാം ഗോപാലിൻ്റെ പ്രോപ്പർട്ടീസ് മാധവനാണ് കൊടുത്തിരുന്നത്. അങ്ങനെ മാധവ് ഹേമങ്കിനി എന്ന് പറയുന്നൊരു ലേഡിയെ വിവാഹം ചെയ്തു. അതായത് ബംഷിബദൻ തന്നെയാണ് മാധവിനെ കൊണ്ട് ഹേമങ്കിനിനെ വിവാഹം ചെയ്യിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ
അങ്ങനെ ഹേമങ്കിനിയുടെ സിസ്റ്ററാണ് നമ്മളുടെ ടൈറ്റിലർ ക്യാരക്ടറായിട്ടുള്ള മാതങ്കിനി. അപ്പോൾ മാതങ്കിനിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാതങ്കിനിയുടെ ഹസ്ബൻഡായിട്ടുള്ള രാജ്മോഹന് ഇവരുടെ എസ്റ്റേറ്റിൽ എന്തെങ്കിലും ജോലി ശരിയാക്കുമോ എന്നൊക്കെ മാതങ്കിനി നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഹേമങ്കിനിയും കൂടെ അതിനുവേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയാണ് മാധവനോട് ചോദിക്കുകയാണ്. അങ്ങനെ മാധവ് രാജ്മോഹന് ഇവരുടെ എസ്റ്റേറ്റിൽ ഒരു ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും രാധാഗഞ്ചിൽ തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. ബൻഷിബദ് എന്ന് പറയുന്ന ഒരു ബംഗാളിലുള്ള ഒരാളായിരുന്നു, കുക്കായിരുന്നു. അദ്ദേഹം ഇവിടെ വരികയും, അതായത് രാധാഗഞ്ചിലേക്ക് വരികയും അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു. അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ആളുടെ മക്കളായിട്ടാണ് മാധുറും മാധവും വരുന്നത്. അങ്ങനെയാണ് അവർ കസിൻസ് ആവുന്നത്. മൂന്നാമത്തെ ആൾക്ക് മക്കളില്ലായിരുന്നത് കൊണ്ട് രാം ഗോപാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ മാധവിനായിരുന്നു കൊടുത്തിരുന്നത്. മാധവ് ഹേമങ്കിനിയാണ് വിവാഹം ചെയ്തത്. ഹേമങ്കിനിയുടെ സിസ്റ്ററാണ് നമ്മളുടെ മാതങ്കിനി എന്ന് പറയുന്ന ടൈറ്റിലർ ക്യാരക്ടർ. അങ്ങനെ അദ്ദേഹം മാതങ്കിനിയുടെ ഹസ്ബൻഡിന് രാജ്മോഹന് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ ഒരു ജോലിയൊക്കെ ശരിയാക്കി എല്ലാവരും രാധാഗഞ്ചിൽ തന്നെ താമസിക്കുകയാണ്. ഇനി സ്റ്റോറി പ്രസൻറ്റിലോട്ട് വരികയാണ്. അതായത് മാതങ്കിനി വെള്ളമായിട്ട് തിരിച്ച് രാജ്മോഹൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ രാജ്മോഹൻ ഇവളെ ഒരുപാട് ചീത്ത പറയുകയും ഉപദ്രവിക്കുന്നതൊക്കെ നമുക്ക് കാണാം. കാരണം വീടിന് പുറത്തു പോകുന്നത് രാജ്മോഹന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ നടന്നതിന് ശേഷം മാതങ്കിനിയെ അവളുടെ ചേംബറിൽ, അവളുടെ റൂമിൽ വളരെ വിഷമിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സും അച്ഛൻ്റെ കൂടെ ഇരുന്ന കാലത്ത് എത്ര ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ പുറത്തൊരു വിസ്പറിങ് കേൾക്കും. രാജ്മോഹനും വേറൊരു ഡെക്കായിട്ടും കൂടെ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നതായിട്ട് അവൾ കേൾക്കും. അവളത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നത് ഇവർ മാധവൻ്റെ ഹൗസിൽ ഒരു റോബറിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു രാം ഗോപാൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഫുള്ള് മാധവനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വില്ല് ആ ഒരു വിൽപത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന അവിടെ ഒരു റോബറി നടക്കാൻ പോവുകയാണ് മാധവൻ്റെ വീട്ടിൽ എന്ന് മനസ്സിലായപ്പോൾ മാതങ്കിനി അവളുടെ ലൈഫ് തന്നെ റിസ്ക് ചെയ്തിട്ട് മാധവനെ ഇത് അറിയിക്കാനായിട്ട് മാധവൻ്റെ വീട്ടിലോട്ട് പോകും. മാധവ് ഇത് അറിയുന്നതോടുകൂടെ വളരെ അലേർട്ടായിരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഗാർഡ്സിനെയൊക്കെ ഏൽപ്പിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ രാജ്മോഹനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമും കൂടെ സെറ്റ് ചെയ്ത ആ ഒരു പ്ലാൻ വർക്കൗട്ട് ആവില്ല. ആ മിഷൻ ഫെയിലാവും. ഇവർക്ക് അവിടെ നിന്ന് ഒന്നും തന്നെ കട്ടെടുക്കാനോ ഒന്നിനും കഴിയില്ല. അങ്ങനെ ഇവരുടെ മിഷൻ ഫെയിലാവും. അപ്പോൾ വെൻ മാധവ് താങ്ക്സ് മാതങ്കിനി ഫോർ ഹെൽപ്പ്, അപ്പം ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് മാധവനെ രക്ഷിച്ചത് ആരാണ്? മാതങ്കിനിയാണ്. അതുകൊണ്ട് തന്നെ മാതങ്കിനിയോട് നന്ദി പറയുന്ന സമയത്ത് മാധവിനോടുള്ള തൻ്റെ ഇഷ്ടം തുറന്നു പറയും. അവിടെയാണ് ഒരു ട്രാക്ക് മാറുന്നത് നമുക്ക് കാണുന്നത്. മാതങ്കിനിക്ക് യഥാർത്ഥത്തിൽ മാധവനെ ഇഷ്ടമായിരുന്നു പണ്ട്. അപ്പം ആ ഒരു കാര്യം അതിനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാലും മാതങ്കിനി ആ സമയത്ത് മാധവനോടുള്ള ഇഷ്ടം പറയാണ്. ആ സമയത്ത് മാധവ് ഒന്നും ഇവളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. മാധവ് സൈലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിന് ശേഷം മാതങ്കിനി തൻ്റെ രാജ്മോഹൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം രാജ്മോഹന് മനസ്സിലായി മാതങ്കിനിയാണ് ഈ കാര്യം മാധവനോട് പറഞ്ഞത് എന്നുള്ളത്. അപ്പം രാജ്മോഹൻ ഇവളെ കൊല്ലാനായിട്ട് ശ്രമിക്കും. ഇവളെ കൊല്ലാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവരുടെ ആ ഒരു തട്ടിപ്പിന് കൂട്ടുനിന്ന ഡെക്കായിട്ടും, അതായത് സർദാറാണ് അത് നമ്മൾ ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. സർദാറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ബിക്കും ഇവർ രണ്ടുപേരും കൂടെ രാജ്മോഹൻ്റെ വീട്ടിലേക്ക് വരും. കാരണം ഇവർ വിചാരിച്ചത് രാജ്മോഹനാണ് ഇവരുടെ പദ്ധതി പൊളിച്ചത്, ഇവരുടെ കൂടെ നിന്ന് വഞ്ചിക്കുകയായിരുന്നു രാജ്മോഹൻ ചെയ്തത് എന്നാണ് ഇവർ വിചാരിച്ചത്. അപ്പോൾ രാജ്മോഹനെ കൊല്ലാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ വരും. അങ്ങനെ ഇവർ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാതങ്കിനി അവിടുന്ന് രക്ഷപ്പെടും. പിന്നീട് ഇവർ പറഞ്ഞ് മനസ്സിലാക്കും, രാജ്മോഹനാണെന്നുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും രാജ്മോഹനല്ല മാതങ്കിനിയാണ് വഞ്ചിച്ചത് എന്നുള്ള കാര്യം പറയും. അങ്ങനെ ഇവർ 3 പേരും കൂടെ മാതങ്കിനിയെ കൊല്ലാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ ഇവർ മാതങ്കിനിയെ കൊല്ലാനായിട്ടൊക്കെ തീരുമാനിക്കുമ്പോഴേക്കും മാതങ്കിനി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രക്ഷ തേടി മാതങ്കിനി ആദ്യം എത്തുന്നത് കനകിൻ്റെ വീട്ടിലാണ്. അവിടെ ഒരു ഷെൽട്ടർ കിട്ടുമെന്നാണ് മാതങ്കിനി ആദ്യം അന്വേഷിക്കുന്നത്. ആ സമയത്ത് സുക്കീസ് മദർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ആരാണ് എന്ന് കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ അല്ല. പക്ഷെ സുക്കീസ് മദർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ മാതങ്കിനിയെ മാധുറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്.
അവിടെ മാധുറിനാണെന്നുണ്ടെങ്കിൽ 2 വൈഫുണ്ട്. അപ്പോൾ ഇവരുടെ സമ്മതത്തോടു കൂടെ തന്നെ, മാധുറിൻ്റെയും സമ്മതത്തോടു കൂടെ തന്നെ ആ ഒരു ദിവസം മാതങ്കിനീനെ ആ വീട്ടിൽ താമസിപ്പിക്കുകയാണ്. അവിടെ ഒരു ഷെൽട്ടർ കൊടുക്കുകയാണ്. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ മാതങ്കിനിയെ വിളിച്ചു കൊണ്ടുപോകാനായിട്ട് രാജ്മോഹൻ വരുന്നുണ്ട്. അപ്പോൾ രാജ്മോഹൻ അവിടെ പോയി മാതങ്കിനിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് തിരിച്ച് രാജ്മോഹൻ്റെ വീട്ടിലോട്ട് തന്നെ അവളെ കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം രാജ്മോഹൻ സർദാറിനോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മാതങ്കിനിയോട് ഭയങ്കര ദേഷ്യമാണെന്നുണ്ടെങ്കിലും അവളെ കൊല്ലാനൊന്നും എനിക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ തീരുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ സർദാറും ബിക്കും ഒക്കെ നമ്മുടെ രാജ്മോഹനെ അവരുടെ ആ ഒരു പ്രൊഫഷനിലോട്ട് വരാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു ജോലിയൊന്നും ചെയ്യാതെ ഇവർ മറ്റുള്ളവരെ കൊള്ളയടിച്ചും ഒക്കെ ജീവിക്കുന്ന ആ ഒരു പ്രൊഫഷനിലോട്ട് വരാനായിട്ട് രാജ്മോഹനെ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതങ്കിനി അവിടെ നിന്ന് ഒന്നുകൂടെ രക്ഷപ്പെടുകയാണ്. കാരണം മാതങ്കിനിക്ക് പിന്നീട് പേടിയാവുകയാണ്. അപ്പോൾ അവൾ ഒന്നുകൂടെ അവിടുന്ന് എസ്കേപ്പ് ആയി പോവുകയാണ് രാജ്മോഹൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ 3 ദിവസത്തോളം ഇവളെ കാണാതെ ആവും. മാതങ്കിനിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ ആവും. ഒരു 3 ദിവസത്തോളം അവളെക്കുറിച്ച് ഒരു വിവരവും ആർക്കും കിട്ടിയില്ല. ഈ സമയത്ത് തന്നെ മാധവും കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം സർദാറും ബിക്കും കൂടിയാണ് മാധവിനെ കിഡ്നാപ്പ് ചെയ്യുന്നത്. മാധവ് എന്നിട്ട് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് മാധവ് ഒരു ചെറിയ റൂമിലായിരിക്കും. അവിടെ ഈ കിഡ്നാപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സർദാറും ബിക്കും വരികയും അങ്കിളുടെ വിൽപത്രം തരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാണ്. അപ്പോൾ ഇവരോടുള്ള സംസാരത്തിൽ നിന്ന് മാധവിന് മനസ്സിലായി ഇതെല്ലാം ചെയ്യുന്നത് മാധവിൻ്റെ കസിനായിട്ടുള്ള മാധുറിൻ്റെ ആവശ്യപ്രകാരമാണെന്നുള്ളത്. സർദാറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് മാധുറാണ് എന്നുള്ളത് മാധവിന് മനസ്സിലാവും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രേഞ്ച് വോയിസ് ഇവർ കേൾക്കുകയാണ്. ഒരു ഗോസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പേടിച്ചിട്ട് സർദാറും ബിക്കും അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ മാധവന് അപ്പോൾ ആക്ച്വലി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം മാധവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇവരെ പോലെ ഓടാൻ മാധവന് പറ്റില്ല. പക്ഷേ ആ സമയത്ത് മാധവനെ രക്ഷിക്കാനായിട്ട് മാധവറിൻ്റെ സെക്കൻഡ് വൈഫായിട്ടുള്ള താര അവിടേക്ക് വരികയാണ്. താരയും മാധവും ചെറുപ്പത്തിലെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ താര മാധവിനെ രക്ഷിക്കും. താരയും മാധവും കൂടെ ഈ സ്ട്രേഞ്ച് വോയിസ് കേൾക്കുന്നത് അത് എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും അത് മാതങ്കിനിയാണ് എന്നുള്ളത്. അങ്ങനെ മാതങ്കിനിയെയും ഇവർ രക്ഷപ്പെടുത്താണ്. അങ്ങനെ മാതങ്കിനി പറയും സുക്കീസ് മദർ എന്ന് പറയുന്ന ആ ക്യാരക്ടറാണ് അവളെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ പറയും. അങ്ങനെ എന്തായാലും താരയും മാധവും കൂടെ മാതങ്കിനിയെ രക്ഷപ്പെടുത്തും. അങ്ങനെ അവസാനം സ്റ്റോറിയുടെ അവസാനം ഇവരെല്ലാവരും ആ ഒരു വീട്ടിൽ നിന്ന്, ആ ഒരു സ്ട്രേഞ്ച് പ്ലേസിൽ നിന്ന് ഇവർ 3 ആളും രക്ഷപ്പെടും. അങ്ങനെ സ്റ്റോറിക്ക് ഒരു അവസാനം വരികയാണ്. കാരണം ഇതെല്ലാം ചെയ്യുന്നത് മാധുറാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. തട്ടിക്കൊണ്ടുപോയവരൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ മാതങ്കിനി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഹേമങ്കിനിയോട് പറയുന്നുണ്ട് തനിക്കിനി ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ല, തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്, അവിടെ ജീവിച്ചോളാം, അവിടെ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ള രീതിയിൽ മാതങ്കിനി പറയും. അങ്ങനെ മാതങ്കിനി അച്ഛൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. മാധവും ഹേമങ്കിനിയും കൂടെ ബാക്കി ലൈഫ് ജീവിക്കും. നമുക്ക് അതിൻ്റെ അവസാനം, ഈ സ്റ്റോറിയുടെ അവസാനം മാധുർ സൂയിസൈഡ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പം നമ്മുടെ റൈറ്റർ സ്റ്റോറി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സർദാർ രാധാഗഞ്ചിൽ നിന്നും പോയി കാണും. അദ്ദേഹം വേറെ ഏതോ നാട്ടിലോട്ട് രക്ഷപ്പെട്ടു. രാജ്മോഹനെ പോലീസ് അറസ്റ്റ് ചെയ്യും. മാതങ്കിനി അദ്ദേഹത്തിൻ്റെ അച്ഛനോടൊപ്പം ജീവിക്കാനായിട്ട് പോയി. അതിനുശേഷം മാതങ്കിനിയെക്കുറിച്ച് ആർക്കും വലിയ അറിവൊന്നുമില്ല. മാതങ്കിനി വളരെ നേരത്തെ മരിച്ചു എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. താര, നമ്മൾ പറഞ്ഞു മാധുർ ഒരു സൂയിസൈഡ് ചെയ്തു എന്നുള്ള കാര്യം. താര ഹസ്ബൻഡിൻ്റെ ഡെത്തിൽ മോൺ ചെയ്ത് അവരുടെ ജീവിതകാലം അങ്ങനെ ജീവിച്ച് തീർക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ളവരുടെ, മാധവ്, ചമ്പക് പോലെയുള്ളവരുടെ ഫേറ്റ് ഒന്നും അതിനെക്കുറിച്ചൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് റൈറ്റർ പറഞ്ഞിട്ടില്ല. ചിലവർ ഡെഡായി, ചിലവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ റൈറ്റർ പറയുന്നുള്ളൂ. ഏറ്റവും അവസാനം റീഡേഴ്സിനോട് ഒരു ഫെയർവെൽ പറഞ്ഞിട്ട് റൈറ്റർ അവസാനിപ്പിക്കുകയാണ്.